കുറെ പണം കിട്ടാൻ വേണ്ടി, കുറച്ച് പ്രശസ്തിക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ത്രീ കാർഡും വിമൻ കാർഡും ഇമോഷൻ കാർഡുകളും എടുത്ത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജികൾ മനഃപൂർവ്വം എടുത്തുകൊണ്ട് സത്യസന്ധമായ ഗെയിമുകളെയും ടാസ്കുകളെയും മത്സരാർത്ഥികളോടും എല്ലാവരോടും സഹകരിക്കാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കുറേ PR-കാരെയും ഇടപാടാക്കിക്കൊണ്ട് ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കളി കഴിഞ്ഞ് ജയിച്ചിട്ടിറങ്ങി വന്നാലും തോറ്റിട്ടിറങ്ങി വന്നാലും ഇതിൽ പലർക്കും പിന്നെ സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല. കാരണം വിവരവും ബോധവും ചിന്താശേഷിയുമുള്ള പ്രബുദ്ധരായ മലയാളികൾക്ക് കൃത്യമായി ഓരോ മത്സരാർത്ഥികളെയും വ്യക്തമായി മനസ്സിലാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന മത്സരാർത്ഥികളായി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നാൽ മതി, പക്ഷെ ക്വാളിറ്റി ബിഹേവിയറോടുകൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതല്ല എങ്കിൽ ലോകം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും എല്ലാ പേരും പുറത്തേറ്റവും നല്ലതായിട്ട് അഭിനയിക്കുകയും അകത്ത് പോയിട്ട് നിങ്ങളെ ലോകം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞതുപോലെ വെള്ളയടിച്ച കുഴിമാടം പോലെയാകും. പുറമേ നമ്മൾ നല്ലവരെന്ന് പറയുന്ന സൗന്ദര്യം കൊണ്ട് കാണിക്കുകയും അകം കൊണ്ട് നമ്മുടെ മനസ്സും ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് മാലിന്യമായിട്ട് കിടക്കുന്ന ആന്തരിക അവസ്ഥയും ജനം കാണുന്നതോടെ നിങ്ങളെ വെറുക്കും. അതുകൊണ്ട് ക്യൂട്ട്നെസ് വാരി വിതറി ഇറങ്ങി നടന്നതുകൊണ്ടൊന്നും വിവരവും ബോധമുള്ള മലയാളി പ്രേക്ഷകരെ വീഴ്ത്താൻ പറ്റത്തില്ല. PR-കാർ ബഹളം വയ്ക്കും. ഇന്നലെ വരെ ലാവിഷായിട്ട് കുറേ PR-കാരാണ് എന്നെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ PR-കാരും മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ബിഗ് ബോസ് ഷോയിൽ മാത്രമല്ല, ഈ ഷോയിൽ ഇന്ന് നടന്ന കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ചുരുക്കാം. യഥാർത്ഥത്തിൽ എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ചിലർക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഞാൻ എതിർക്കുന്നത് വമ്പൻ PR ടീമുകളുള്ള ചിലരോടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനീഷിന് ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അനീഷിനെ അങ്ങ് ഒതുക്കി, കാരണം പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. പിന്നെ ഞാൻ അനുമോളെ പറയാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം, നമ്മളെല്ലാവരും അല്ലെങ്കിൽ പല മത്സരാർത്ഥികളും പറഞ്ഞിട്ട് ഞാനും നെവിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആദ്യത്തെ 5-6 ആഴ്ച എനിക്ക് നെവിനെ ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ നെവിനെ തെറ്റിദ്ധരിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്താപവും കുറ്റബോധവുമാണ് ഞാൻ നെവിനെ തിരിച്ചറിഞ്ഞപ്പോൾ. എപ്പോഴാണ് നെവിനെ തിരിച്ചറിഞ്ഞത്? ഷാനവാസ് തന്നോടൊപ്പം നെവിൻ കിടന്നപ്പോൾ മോശമായ ഒരു ആക്ട് ചെയ്തു എന്നും പിന്നെ അത് അങ്ങനെ അല്ല എന്നും മനസ്സിലാക്കി കഴിഞ്ഞ് അതിനുശേഷം കിച്ചണിൽ പാത്രം കഴുകുമ്പോൾ ആരും കാണാതെ നെവിൻ കരയുമ്പോൾ, ഉരുകി കരയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നെവിൻ എന്ന് പറയുന്ന പച്ചയായ